യെസ്. അപ്പോൾ ഇത് ഭക്ഷണത്തിന് 4 കള്ളിയുണ്ട്. 1 2 3 4. ഇത് ഭക്ഷണത്തിന് താഴെ 2 കള്ളിയുണ്ട്. ഇത് ഭക്ഷണത്തിന് ശേഷം ആയതുകൊണ്ട് ഇവിടെ ഒരു വര കാണാം. ഇത് രാത്രി. ഓക്കെ, പഠിച്ചില്ലേ? അടുത്തത് ഇത് നോക്കൂ. ഈ ബോക്സ് നോക്കിയിട്ട് പറ. ഭക്ഷണം കഴിച്ചിട്ട്. വെരി ഗുഡ്. ഭക്ഷണം കഴിച്ചിട്ട് ഇത് 4 ബോക്സ് ഉണ്ട്. ഏതിലാ വരയുള്ളത്? രണ്ടാമത്തെ. അപ്പോൾ എന്താ, രാവിലെയാണോ, ഉച്ചയാണോ, വൈകിട്ടാണോ, രാത്രിയാണോ? രാവിലെ ഒന്നാമത്തെ കള്ളിയല്ലേ? രാവിലെ. രണ്ടാമത്തെ കള്ളിയല്ലേ? രണ്ടാമത്തെ കള്ളി എന്തായിരിക്കും? ഉച്ചക്ക്. വെരി ഗുഡ്. അപ്പോൾ ഉച്ചയ്ക്ക് ഭക്ഷണം കഴിച്ചിട്ട് ഒന്ന് കഴിക്കണം. അടുത്തത് ഇതെന്തായിരിക്കും? ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷണത്തിന് ശേഷം എപ്പോഴാ? ഉച്ചക്കാണോ അത്? നോക്കിയിട്ട് പറ. അല്ല, രാത്രി. ഓക്കെ, രാത്രി ഭക്ഷണത്തിന് ശേഷം. വെരി ഗുഡ്. പഠിച്ചില്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളത് വേണ്ട, ഞാൻ ഇങ്ങനെ എല്ലാം ഇട്ടുതരാം. അതിൽ നിങ്ങൾ ഓരോന്ന് പറഞ്ഞ് പഠിച്ചാൽ നോക്കിയാൽ മതി. ഇത് പറ. അത് രാവിലെ ഭക്ഷണത്തിന്റെ ശേഷം. അത് രാത്രി. രാവിലെയും രാത്രിയും ഭക്ഷണത്തിന് ശേഷം ഇത് കഴിക്കണം. അത് നിങ്ങൾ ഇനി ഒറ്റക്ക് കഴിച്ചോളൂല്ലേ? ഇനി ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. ഇത് പറ. ഇതിൽ 4 കോളം ഉണ്ട്, താഴെ 2 കോളം ഉണ്ട്. ഒന്ന് ആദ്യം ഉച്ചക്ക് ഭക്ഷണം കഴിച്ചിട്ട്. വെരി ഗുഡ്. അടുത്തത് ഇത്. അത് ഭക്ഷണം കഴിഞ്ഞ് ശേഷം. രാവിലെ, രാത്രിയാ, ഉച്ചക്കാ, വൈകുന്നേരം? രാത്രി. അതന്നെ, രാത്രി. ഓക്കെ, ഇതോ? അത് രാവിലെ. ഭക്ഷണത്തിന് ശേഷമാണോ? ഭക്ഷണത്തിന് ശേഷമാണോ മുമ്പാണോ? മുമ്പ്. ഭക്ഷണം കഴിച്ചിട്ട്. ഭക്ഷണത്തിന് മുമ്പ്. ഇത് കുലുങ്ങുന്നത്, ഈ കുലുക്കാൻ പറ്റി. രാവിലെ പിന്നെ പല്ലേച്ച് വായെല്ലാം കുലുക്കിയതിന് ശേഷം ഇത് കുലുക്കുക. അപ്പോൾ കുലുങ്ങുന്നുണ്ടോ നോക്കാം. അപ്പോൾ കുലുങ്ങുന്ന ഗുളിക എടുത്ത് കഴിക്കാം രാവിലെ. ഓക്കെ, അപ്പോൾ പഠിച്ചില്ലേ? നീ പറഞ്ഞിട്ടുണ്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ ഈ സാധനം ഉണ്ടല്ലോ, ഇത് മറക്കാണ്ട് കുടിക്കണം. ഇത് കൊളസ്ട്രോളിൻ്റെ ആണ് കേട്ടോ. ഓക്കെ, ഇന്നത്തെ ക്ലാസ് ഇതോടുകൂടി കൊളസ്ട്രോളിൻ്റെ എന്തിനാ ഭക്ഷണത്തിൻ്റെ ശേഷമാക്കിയത്? അതല്ലെങ്കിൽ നിങ്ങൾ ഭക്ഷണം കഴിക്കാണ്ട് നിങ്ങൾ കുടിച്ചിട്ടുണ്ടെങ്കിൽ തട്ടിപ്പോവും. പിന്നെ ഇത് കുടിക്കാൻ ആളുണ്ടാവില്ല. അത്രയും പവറുള്ള അത്രയും സ്ട്രോങ് സാധനങ്ങളായിരിക്കും. ഇതെന്തിനാന്നറിയ? അതെല്ലാം നിങ്ങളെ പഠിപ്പിച്ചേ. കുലുങ്ങുന്ന എന്തിനാ കഴിക്കുന്നതെന്ന് വെച്ചാല്, നമ്മള് ഇതെല്ലാം കുടിക്കുമ്പോ നമുക്ക് ചിലപ്പോ തൂറ്റലിളകും, ചിലപ്പോ വയറ്റുന്ന് ഗ്യാസൊക്കെ പോവും. ഈ ഗ്യാസൊക്കെ വരാണ്ടിരിക്കാനാണ് ആദ്യം ഇത് കഴിക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ പറഞ്ഞ് പിന്നെ എല്ലാം എനിക്ക് മറക്കും. എന്നാളങ്ങനെ എല്ലാം പറഞ്ഞ് അതങ്ങ് മറന്നു. അതിപ്പോൾ അതും ഭക്ഷണത്തിൻ്റെ മുന്നേ ശേഷം കഴിക്കേണ്ടത് രാത്രി. അങ്ങേത് രാത്രി. അതല്ല, ഞാൻ എന്താ ഓർക്കണ്ടെന്ന് അറിയാം. നമുക്ക് എത്ര നേരം ഉള്ളത്? അല്ല, മനുഷ്യന്മാർക്ക് എത്ര നേരം ഉള്ളത്? രാവിലെ, ഉച്ചക്ക്, വൈകിട്ട്. അത് രാത്രി ഇല്ല നിങ്ങൾക്ക്? രാത്രി ഉണ്ട്. 4 സമയമാണ് ഈ മുന്നിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. രാവിലെ, ഉച്ചക്ക്, വൈകിട്ട്, രാത്രി. ഈ വരയിട്ടത് നോക്കുക. പിന്നെ താഴെയുണ്ട് നമ്മൾ ഗുളിക കഴിക്കുന്നത്. ഒന്നിക്ക് നമ്മൾ ഭക്ഷണത്തിന് മുന്നേ കഴിക്കും, അല്ലെങ്കിൽ നമ്മൾ ഭക്ഷണം എല്ലാം കഴിച്ചിട്ട് കഴിക്കും. ഭക്ഷണത്തിന് മുന്നേ. അങ്ങനെ നോക്ക്. ഭക്ഷണത്തിന് മുന്നേ കഴിക്കേണ്ടത് ഒന്നേ ഉള്ളൂ. ഇത് ഞാൻ പറഞ്ഞു. ഇത് കുലുങ്ങുന്ന സാധനം ഭക്ഷണത്തിന് മുന്നേ രാവിലെ. ബാക്കിയെല്ലാം ഭക്ഷണത്തിന് ശേഷമാണ്. അതിൽ 1 ഉച്ചക്ക്, 1 രാത്രി. രാത്രി കഴിക്കേണ്ട 2 എണ്ണം ഉണ്ട്. ഇത് 2ഉം രാത്രി, ഇതും രാത്രിയാണ്. പക്ഷെ ഇവിടെ രാവിലെയും കൂടി കഴിക്കണം. ഇത് 2 രാത്രി മാത്രം. ഇത് ഉച്ചക്ക്, ഇത് രാവിലെ, ഉച്ചക്ക്. ലാസ്റ്റ് ഇതെല്ലാം കൂടി ഒരുമിച്ചിട്ട് നിങ്ങൾ എന്തൊക്കെ മറന്നു പോയാലും ഇത് 2ഉം കുഴപ്പമില്ല. ഇതൊക്കെ പാരസെറ്റമോൾ കഴിച്ചില്ലേയും കുഴപ്പമില്ല. തലവേദന പറഞ്ഞുകൊണ്ടാണ് പാരസെറ്റമോളെല്ലാം എഴുതിയേക്കുന്നത്. പനിയും തലവേദനയ്ക്ക് ഒന്നും ഇല്ലല്ലോ. അപ്പോൾ ഈ 2 സാധനങ്ങൾ മറക്കരുത്. ഇത് ഹൃദയത്തിന് വേണ്ടിയാണ്. അതെല്ലാം കഴിക്കൂ. ഇനി എന്താ കഴിക്കാൻ പാട്? ഭക്ഷണം കഴിക്കണം. ചോറ് തിന്നണോ? ചോറ് അധികം തിന്നണ്ട. ചോറ് വേണ്ട, വേറെ എന്തെങ്കിലും തിന്നിട്ട് കഴിക്കാമല്ല. ബിരിയാണിയോ? ബിരിയാണി എന്തിന്?
എന്തെങ്കിലും പൊറോട്ട പുളിക്കോ പൊറോട്ട ബിരിയാണിയൊക്കെ 6 മാസത്തേക്ക് ഒഴിവാക്കുക. എനിക്കൊന്നും വേണ്ടേ വേണ്ട. എന്താണ്ട് അപ്പം പൂച്ച തിന്നുന്ന പോലെ മെല്ലെ മെല്ലെ ദോശയൊക്കെ തിന്നുക. ദോശ തിന്നു. ദോശക്കല്ല അത്ര എണ്ണയാക്കുന്നുള്ളൂ. അത് തോനെയൊന്നും എണ്ണയാക്കൂല നമ്മളെ ദോശക്ക്. നിങ്ങളെ ദോശക്ക് എണ്ണയില്ലാത്ത ദോശയുണ്ട്. നമ്മളെ ദോശ അങ്ങനെ എണ്ണ